ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം ആളുകൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും യുദ്ധം ആരും ജയിക്കുന്നില്ല. യുദ്ധമുണ്ടാവുന്നത് മനുഷ്യരെ കൊല്ലുകയും അതുപോലെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതും കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒരു സ്മോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഗ്യാസ് കിട്ടുന്നില്ല. ഇനി അത് രൂക്ഷമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് ഒരു ദിവസം കേരളത്തിന് വേണ്ട ഗ്യാസ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ഗ്യാസ് സിലിണ്ടേഴ്സാണ് നമുക്ക് ഒരു ദിവസം തന്നെ വേണ്ടത്. ഇന്ത്യയിൽ മൊത്തം നോക്കുവാണെങ്കിൽ അത് 50 ലക്ഷത്തിൽ കൂടുതലാണ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഓരോ ദിവസവും വേണ്ടത്. ഈ 50 ലക്ഷം സിലിണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ മുംബൈ വരെ നമ്മൾ അടുക്കി വെച്ചാൽ പോലും അത്രയും നീളമുണ്ട്. അത്രയും സിലിണ്ടേഴ്സാണ് ഒരു ദിവസം നമുക്ക് ഇന്ത്യയിൽ വേണ്ടത്. അപ്പം അത്രമാത്രം രൂക്ഷമായിട്ടുള്ളൊരു പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ ശരിക്കും ഇന്ത്യയിലോട്ട് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് കൊണ്ടുവരുന്ന കപ്പൽ വഴിയാണ്. ഇപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായതിന് ശേഷം കപ്പലുകൾ വരുന്നത് വളരെയധികം കുറവാണ്. 3 ദിവസത്തിൽ ശരിക്കും 1 കപ്പലോ അല്ലെങ്കിൽ 2 കപ്പലോ ഇങ്ങനെ ഗ്യാസ് കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യയിൽ ആ ഒരു ഫ്ലോ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 15 ദിവസം യുദ്ധം നടന്നതിൻ്റെ അകത്ത് 2 കപ്പൽ മാത്രമാണ് ഇന്ത്യയിലോട്ട് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ നടക്കുന്ന യുദ്ധം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇത് യുദ്ധം എപ്പോഴും മനുഷ്യരെ നശിപ്പിക്കുന്നത് തന്നെയാണ്. യുദ്ധത്തിന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക.